10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ജനവിധിയാണ് കേരളത്തിനകത്തുണ്ടായത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ളതിൽ വ്യത്യസ്തമായ ഒരു വലിയ വിജയം കേരളത്തിലെ ജനത സമ്മാനിച്ചതാണ്. 10 ദിവസം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊരു വൈകി എന്നുള്ള വലിയ ആക്ഷേപമൊക്കെ ഉയർത്തിയെങ്കിൽ കൂടി അതൊരു ജനാധിപത്യ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്വാഭാവികമായൊരു ഡിലേ മാത്രമാണ്. ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഭരണത്തിൽ വരുന്ന സംസ്ഥാനത്തിനകത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ടാസ്ക് അല്ല. ഒരുപാട് നേതാക്കന്മാരായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതായ ഘടകമായതുകൊണ്ട് തന്നെ മറ്റ് പ്രാദേശിക പാർട്ടികൾ തീരുമാനിക്കുന്നത് പോലെയല്ല ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലുള്ള സ്ഥാനങ്ങൾക്ക് തീരുമാനം എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വൈകൽ മാത്രമാണ്. പക്ഷേ അതിന്ന് പ്രഖ്യാപനത്തോടു കൂടി അതിനെ സംബന്ധിച്ച ഇത്രയും ദിവസം മാധ്യമങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന നെഗറ്റീവ് വാർത്തകളുടെയും മറ്റു പ്രചരണങ്ങളിലെല്ലാം തന്നെ മുന്നോടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെ അപ്പുറത്ത് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചകൾ മാറിപ്പോട്ടെ എന്നാണ് പറയാനുള്ളത്. കൊടുങ്ങല്ലൂരിലെ ഇടതുപക്ഷ സീറ്റായിരുന്നു എങ്കിൽ കൂടി അത് 2 തവണ നഷ്ടപ്പെട്ടതാണ്. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിച്ചു. അത് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം യൂത്ത് കോൺഗ്രസ് കേസ് പ്രവർത്തനം നടത്തിയുള്ള ഒരു അംഗീകാരമായിട്ട് കൂടി കണക്കാക്കി. 23,000 വോട്ടിനാണ് 2 തവണയായിട്ട് ആ സീറ്റ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 8,308 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന് വലിയ ശക്തിയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിൽ പക്ഷേ അവിടെ എല്ലാ പ്രദേശങ്ങളിലും UDF വ്യക്തമായ മേൽക്കൈ ലഭിക്കുന്ന രീതിയിലാണ് പ്രചരണമൊക്കെ മുന്നോട്ട് പോയത്. മാത്രമല്ല അവിടെ UDF പ്രവർത്തകർ നടത്തിയൊരു കഠിനാധ്വാനമുണ്ട്. ഒരു ബാലികേറ മലയാണ് എന്ന് തീരുമാനിച്ചിരുന്ന ഒരു സീറ്റ് ഓരോ ദിവസവും അവർ നടത്തിയ കഠിനാധ്വാനത്തിലൂടെയാണ് തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒരു മൊത്തത്തിൽ ടീമായിട്ടൊരു വർക്ക്, ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് തിരിച്ചുപിടിക്കാൻ സാധിച്ചത്.